ഡൽഹിയിൽ 262 കോടി രൂപയുടെ ലഹരി മരുന്ന് പിടികൂടി. NCBയും ഡൽഹി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ലഹരി സംഘങ്ങൾ പിടിയിലായത്. 328 കിലോ മെത്താംഫെറ്റമൈനാണ് പിടിച്ചെടുത്തത്. അർജുൻ പിതാംബരം ചേരുന്നുണ്ട്. അർജുൻ, വലിയ അളവിലുള്ള ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. എവിടെ നിന്നാണ്? വലിയ അളവിൽ തന്നെയാണ് ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത്. ഈ സംഘത്തിലെ രണ്ടുപേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ ഡൽഹി പോലീസും അതുപോലെ NCBയും വ്യക്തമാക്കുന്നത്. നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു റെയ്ഡിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ 262 കോടി രൂപ വിലമതിക്കുന്ന ഈ മെത്താംഫെറ്റമൈൻ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഒരു അന്തർ സംസ്ഥാന ലഹരി കടത്ത് സംഘത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ് ഈ ലഹരി കടത്തി. അത് പഞ്ചാബിൽ നിന്ന് വന്നതാണെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അത് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത്. ഇത് ദക്ഷിണേന്ത്യയിലേക്കടക്കം കടത്തുന്നതിനും അതുപോലെ അവിടെ വിതരണം ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് വലിയ തോതിൽ ഈ മയക്കുമരുന്ന് കൊണ്ടുവന്നത്. ഇവിടെ നിന്നും മുംബൈയിലേക്കും അതുപോലെ ഗോവ ഉൾപ്പെടെയുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും അവിടെയുള്ള വിതരണത്തിനും വേണ്ടിയിട്ടാണ് ഈ വലിയ തോതിലുള്ള മരുന്ന് പഞ്ചാബിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് പാകിസ്ഥാൻ ബന്ധമുണ്ട് അടക്കമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ മയക്കുമരുന്ന് വരുന്നത് അതിർത്തി കടന്നാണ്, പാകിസ്ഥാൻ അതിർത്തി കടന്നാണ്. അതിന് ഡീലേഴ്സായിട്ട് നിലവിൽ ഇന്ത്യയിൽ വലിയ തോതിൽ ഈ അന്തർ സംസ്ഥാന സംഘങ്ങൾ വ്യാപിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രോഹിണിയിൽ നിന്ന് ഒരു 31-കാരൻ വിവേക് എന്ന അയാളുടെ പേര്, അയാളെ പിടികൂടിയിരുന്നു. അയാൾ സംഘത്തലവനാണ്. അയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ റെയ്ഡുകൾ അത് വലിയ രീതിയിൽ ശക്തമായിട്ട് തന്നെ NCBയും ഡൽഹി പോലീസും നടത്തി വന്നത്. ആ റെയ്ഡിനൊടുവിലാണ് ഇപ്പോൾ ഇത്ര വലിയ തോതിലുള്ള മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത്. 328 കിലോ ലഹരി വസ്തുക്കളാണ് ഡൽഹിയിൽ പിടികൂടിയത്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.